ശ്രീ റോണി കെ ബേബി, നിങ്ങൾ ഇപ്പോഴും പറയുന്നത് മുനമ്പം ജനതയുടെ പ്രശ്നത്തിന് ഒരു പരിഹാരവും ആയിട്ടില്ല എന്നാണ്. വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ജനതയാണ്. അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുവാൻ പോലും UDFന്റെ MP-മാർ തയ്യാറായിരുന്നില്ല. ക്രൈസ്തവ സംഘടനകൾ ഒരു അന്ത്യശാസനം പോലെ നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും നിങ്ങൾ കണക്കിലെടുത്തില്ല. പാർട്ടിയുടെയും മുന്നണിയുടെയും തീരുമാനം എന്താണോ അതേപോലെ നടപ്പിൽ വരുത്തുകയാണ് ചെയ്തത്. പ്രിയങ്ക ഗാന്ധി വോട്ടെടുപ്പിന് പോലും വന്നില്ല. അതെന്താണെന്ന് അവർ പറയുന്നത് വിദേശത്തായിരുന്നു എന്നാണ്. എന്തായാലും ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഇതൊന്നും ഒരു കാര്യത്തിനും പരിഹാരമാവുകയില്ല എന്നാണ്. എന്നാൽ നിങ്ങൾക്കൊരു പരിഹാരം നിർദ്ദേശിക്കാമല്ലോ. മഞ്ജുഷേ, വളരെ വേദനയോടെ വളരെ ദുഃഖത്തോടെ പറയട്ടെ, വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു വിഷയത്തെ ഇതിങ്ങനെ പുതിയ പുതിയ മാനങ്ങളും പുതിയ പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ പുതിയ ആഖ്യാനങ്ങളും ഒക്കെ നൽകി ഇതിനെ ഇങ്ങനെ അങ്ങ് വലിച്ചു നീട്ടി വിഷയത്തെ അങ്ങ് വളരെയധികം വഷളാക്കുക. ഇപ്പോൾ തന്നെ രണ്ട് ആർഗ്യുമെന്റ്സ് വന്നു. ഇനി അതിനെക്കുറിച്ചാണ് ചർച്ചകൾ മുഴുവൻ. ഇന്നലെ ലോക്സഭ പാസാക്കിയ 2025 വഖഫ് അമെന്റ്മെന്റ് ആക്ടിലെ സെക്ഷൻ 2 പ്രകാരം ഇപ്പോൾ ഈ മുനമ്പം വിഷയം പരിഹരിക്കാൻ കഴിയും എന്ന് കുറച്ച് ആളുകൾ പറയുന്നു. മറ്റു കുറച്ച് ആളുകൾ പറയുന്നു അത് കഴിയില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും കിരൺ റിജിജുവും അതിന് തൊട്ട് തലേ ദിവസം ജോർജ് കുര്യനും ഒക്കെ പറഞ്ഞത് എന്താ? ജോർജ് കുര്യന്റെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞത് വഖഫ് നിയമം പാസ്സായി എന്നതുകൊണ്ട് മുനമ്പം വിഷയം പരിഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല. ഈ സെക്ഷൻ 2 ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ തന്നെ ദീപികയുടെ ഏറ്റവും ഫ്രണ്ട് പേജിലെ വാർത്ത തന്നെ എന്താ? കിരൺ റിജിജുവിന്റെ ഫോട്ടോ കൊടുത്ത് ഈ വഖഫ് നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല എന്നതാണ് വലിയ വെണ്ടക്ക അക്ഷരത്തിൽ ദീപികയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സെക്ഷൻ 2 കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ ഈ ഡൽഹിയിലൊക്കെയുള്ള ഇന്ന് ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട കിരൺ റിജിജു അത് രാജ്യസഭയിൽ പറയുകയുണ്ടായി. അതിന്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ അതും പിന്നെ ഈ കേട്ടിട്ടാണ് ഞാൻ ഈ ചർച്ചയിലേക്ക് വരുന്നത്. ആ സെക്ഷൻ 2 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നത്തിങ് ഇൻ ദിസ് ആക്ട്. ഈ ആക്ട് എന്ന് പറയുന്നത് 1995 ആക്ട് അല്ല, 2014 അമെന്റ്മെന്റ് അല്ല, 2025 ഇപ്പോൾ പാർലമെന്റ് ഇന്ന് രാജ്യസഭ പാസ്സാക്കിയാൽ പാർലമെന്റ് പാസ്സാക്കാൻ പോകുന്ന 2025 ആക്ട്, അതാണ് നത്തിങ് ഇൻ ദിസ് ആക്ട്. എന്നിട്ട് വീണ്ടും പറയുകയാണ് അപ്ലൈ ടു എ ട്രസ്റ്റ് എന്നൊരു ബ്രാക്കറ്റിൽ പറയുക ബൈ വാട്ട് എവർ നെയിം കോൾഡ്. നമുക്ക് അതിന് എന്ത് പേര് വേണം വിളിക്കാം. ട്രസ്റ്റ് എന്നോ സൊസൈറ്റി എന്നോ യത്തീഖാനെന്നോ അല്ലെ ഈ പറയുന്ന ചാരിറ്റബിൾ ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഏത് സൊസൈറ്റിയും ആകാം. അവയ്ക്കാണ് എന്നിട്ട് പറയുന്നത് എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് ബിഫോർ ഓർ ആഫ്റ്റർ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട്. അപ്പൊ ട്രസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഈ 2025 നിലവിൽ വരുമെന്ന് ആണ് നമ്മൾ വിശ്വസിക്കുന്നത്. രാജ്യസഭ കൂടി പാസ്സായാൽ അത് പിന്നെ പാർലമെന്റ് പാസ്സാക്കി. അപ്പോൾ 2025 വരുന്ന ഈ പുതിയ ആക്ട് അത് കൃത്യമായി തന്നെ ഇന്ന് കിരൺ റിജിജു പറഞ്ഞതുപോലെ ട്രസ്റ്റുകൾക്ക് ഇതാണ് കമൻസ്മെന്റ് ഓഫ് ബിഫോർ ഓർ ആഫ്റ്റർ ദിസ് ആക്ട്. ആ ട്രസ്റ്റുകൾക്കാണ് ഈ എക്സെപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഈ പറയുന്ന അവയ്ക്കൊന്നും വഖഫിന്റെ ഈ ആക്ട് പിന്നെ ബാധകമല്ല. ഏത് കാര്യങ്ങളിലാണ്? ഇപ്പോൾ പുതുതായി രൂപീകരിക്കാൻ പോകുന്ന വഖഫ് ബോർഡുകൾ, വഖഫ് ട്രൈബ്യൂണലുകൾ, അതെല്ലാം അതിലൊക്കെയാണ് ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന മാറ്റം അല്ലാതെ ഇവര് വലിയ കൊട്ടിഘോഷിച്ച് പറഞ്ഞതുപോലെ ഇവിടെ സെക്ഷൻ 40 അത് പിന്നെ അമെന്റ് ചെയ്തു. സെക്ഷൻ 40 അമെന്റ് ചെയ്ത് അതിന് റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഇല്ല. അതായത് ടു ബി വഖഫ് അല്ലെ വഖഫ് എന്ന് വിശ്വസിക്കുന്ന. അപ്പോൾ ഈ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രഖ്യാപനം ആർക്കും കഴിയില്ല. ടു ബി വഖഫ് എന്ന് വിശ്വസത്തില്ല. 2 കാര്യങ്ങൾ പ്രായോഗികമാണ്. ഒന്ന്, വഖഫായി ഡൊണേറ്റ് ചെയ്യുന്നത് അതിന് നിയമപരമായ സാധ്യത കിട്ടും. 2, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോൾ ആദ്യം 9.4 ലക്ഷം ഏക്കർ ആയിരുന്നു. ഇതിൽ അമിത്ഷാ പറഞ്ഞപ്പോൾ 38 ലക്ഷം ഏക്കറായി. അത് എവിടെ നിന്ന് വന്നൊന്നും എനിക്കറിയില്ല. അതിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് എന്താണ്? വഖഫ് ബൈ യൂസ്. ഇവര് മൊത്തം ഇതിവിടെ പറഞ്ഞുകൊണ്ട് നടന്നത് എന്താണെന്നറിയോ? കഴിഞ്ഞ നൂറ്റാണ്ടുകളായി മുഗൾ രാജാക്കന്മാരുടെ കാലം തൊട്ട് വഖഫ് ബൈ യൂസ്. ഇതിലെ 90% ഭൂമിയും ഇത് 9.4 ലക്ഷം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ 38 ലക്ഷം ആയിക്കോട്ടെ, അതിൽ 90% മുകളിലുള്ള ഭൂമി എന്ന് പറയുന്നത് വഖഫ് ആണ്. വഖഫ് ബൈ യൂസിനെ ഇതിനകത്ത് പിന്നെ കംപ്ലീറ്റ്ലി പിന്നെ എടുത്തു കളഞ്ഞിരിക്കുന്നു. പിന്നെ ഇവർ പറഞ്ഞത് ഇവിടെ ഈ കംപ്ലീറ്റ് എങ്ങനെ എടുത്തു കളഞ്ഞത് എനിക്കതൊന്നും വ്യക്തമാക്കി കളഞ്ഞ. വഖഫ് ബൈ യൂസർ എല്ലാം എടുത്തു കളഞ്ഞോ? നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇതുവരെയും വായിച്ചിട്ടാണോ വരുന്നത്? എന്റെ ഭാഷ നിങ്ങൾ മാത്രം ഇതിനകത്തൊക്കെ ഞാൻ വായിച്ചിട്ടാ പറഞ്ഞത്. ഞങ്ങളൊക്കെ അത്യാവശ്യം ഞാൻ അത്യാവശ്യമില്ല, കാര്യമായിട്ട് വായിച്ചിട്ടാ പറഞ്ഞത്. ചുമ്മാ എന്തെങ്കിലും അടിച്ചു വിടുന്നു. രജിസ്റ്റർ ചെയ്യപ്പെട്ട വഖഫ് ബൈ യൂസർ കേസുകൾ തർക്കം വേണ്ടല്ലോ. മൂന്നാമത്തെ പേജിൽ അത് അണ്ടർലൈൻ ചെയ്ത് ബോൾഡ് ലെറ്ററിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. അതൊന്ന് വായിച്ചാൽ മനസ്സിലാവുന്നേ. ഈ ആക്ട് പാസ്സായ സെക്ഷൻ, ഈ 2025 ആക്ട് പാസ്സായതിനു ശേഷം ബൈ യൂസ് ഒക്കെ അതിന് പിന്നെ നിയമസാധുത ഉണ്ടാവില്ല. ബട്ട് ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട്, ഈ ആക്ട് നിലവിൽ വരുന്നതിന് മുൻപുള്ള ഒക്കെ ബൈ യൂസ് ആയി നിൽക്കുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവരുടെ പിന്നെ മുസ്ലിം പള്ളികളുണ്ട്, ഖബർസ്ഥാനുകളുണ്ട്,
അതെല്ലാം അതിൽ ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് വഖഫ് യൂസ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അതെല്ലാം നൂറ്റാണ്ടുകളായി ഇവരുടെ കൈവശം ഇരിക്കുന്ന ഉപയോഗിച്ചു വരുന്ന പ്രോപ്പർട്ടീസ് ആണ്. അതിനെല്ലാം ഇപ്പോൾ നിയമപരമായിട്ടുള്ള സാധ്യത ഈ പറയുന്ന 2025 ആക്ട് എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ, എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻസ് ഇല്ലാതെ അല്ലാതെ ഇവര് പറയുന്നത് പൂർണ്ണമായിട്ടും ഇവിടെ എന്താ വലിയ പുലി വരുന്ന കണ്ടെന്ന് ഒറ്റക്കാരൻ ചോദിക്കാം. ഇത് വഖഫ് ട്രൈബ്യൂണലിനെ കുറിച്ച് പറഞ്ഞു. ഇവർ വഖഫ് ട്രൈബ്യൂണല് ഇപ്പൊ കോടതിയാണ്. പക്ഷെ ഇപ്പോൾ 2020 ആക്ട് പരിശോധിക്കാൻ എന്താ പറയോ, വഖഫ് ട്രൈബ്യൂണലുകൾക്ക് കൂടുതൽ അധികാരം കൊടുത്തിരിക്കുക. അതൊക്കെ കൃത്യമായി പറയാം. 2014 അമെന്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന 2 വർഷത്തിൽ താഴെയുള്ള കേസുകളാണെങ്കിൽ വഖഫ് ട്രൈബ്യൂണലിന് പരിഗണനയിൽ കൊടുക്കാമെങ്കിൽ ഇപ്പോൾ പുതുതായി വരുന്ന ആക്ടിൽ പറഞ്ഞെന്തോ 2 വർഷത്തിന് അപ്പുറമുള്ള കാര്യങ്ങൾ വേണമെങ്കിലും പോലും വഖഫ് ട്രൈബ്യൂണലിന് അപ്പീലായിട്ട് കൊണ്ടുവരാമെന്നാണ് ഈ ആക്ട് പറഞ്ഞിരിക്കുന്നത്. ട്രൈബ്യൂണലിൽ കൂടുതൽ അതിനകത്ത് എന്താണ് ദോഷമുള്ളത് ശ്രീ റോണി കെ ബേബി? ട്രൈബ്യൂണലിനെ കൂടുതൽ ശക്തമാക്കുകയല്ലേ വേണ്ടത്? അത് മാത്രമല്ല ട്രൈബ്യൂണലിന്റെ ഘടനയും മാറ്റിയിട്ടുണ്ട്. ഞാൻ ഘടന മാറ്റിയിട്ട് കാര്യങ്ങൾ പറയട്ടെ. ഇവർ എന്താ പറഞ്ഞത്, ശരിയത്ത് നിയമമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നത് മുസ്ലിം നിയമം അറിയാതെ ഒരു പണ്ഡിതനെ കൂടെ അതിനകത്ത് വെക്കാമെന്ന് പറഞ്ഞു. ഓൾറെഡി തന്നെ ഇവിടെ നിലവിലുള്ള സംഭവമല്ലേ. ഞാൻ പറഞ്ഞത് ഒറ്റ പോയിന്റ് ഉള്ളൂ. ഇവർ പറഞ്ഞു പോകുന്നത് ഇത് ഭയങ്കര ഭീകര സത്വമാണ്, വലിയ ഭീകര രൂപിയാണ്, ഭീകര ജീവിയാണ് വഖഫ് ട്രൈബ്യൂണൽ എന്നൊക്കെ പറഞ്ഞിരുന്ന ഇവിടെ നിങ്ങൾ ആർക്കും കാണിക്കണമായിരുന്നു. എന്ന് പറയുന്നു ഈ വഖഫ് പറഞ്ഞത് ഈ വഖഫ് ട്രൈബ്യൂണല് ഇന്ത്യയിലെ സിവിൽ കോടതിയുടെയും ഭരണത്തിന്റെയും മുകളിലാണെങ്കിൽ ഈ ആക്ഷൻ നിങ്ങൾ ഈ വഖഫ് ട്രൈബ്യൂണലിന് എടുത്തിടണമായിരുന്നു. നിങ്ങൾ വഖഫ് ട്രൈബ്യൂണലിന് എടുത്തിടുന്നില്ല. അങ്ങനെയെങ്കിൽ ഇത് അപ്രീഷിയേറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത്രയും നാളും പറഞ്ഞത് മുഴുവൻ ഈ പുലി വരുന്ന എന്ന് പറഞ്ഞ അവസാനം ഒരു എലി പോലും അല്ലാതായി മാറിയ ഒരു നിയമം അല്ല, പുലി വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളല്ലേ പറഞ്ഞത്? ദോഷകരമായിട്ട് ഭവിക്കുമെന്ന് പറഞ്ഞ നിങ്ങളല്ലേ? അല്ലെ, ഇവിടെ ഈ ആരുടെ ഭൂമിയും ഏത് വഖഫായി പ്രഖ്യാപിക്കാം, ഈ കേരളത്തിലെ ഭൂമി മുഴുവൻ വഖഫായി പ്രഖ്യാപിക്കാം എന്നൊക്കെ പറഞ്ഞ് നാട്ടിലെ സാധാരണക്കാരെ മുഴുവൻ ഭയപ്പെടുത്തി പേടിപ്പിച്ചു. അങ്ങനെ ഒരു ഭയപ്പാടുണ്ടാക്കിയത് ആരാണ്? സെക്ഷൻ 40 പോയി. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം എന്താ സംഭവിക്കാമെന്ന് അറിയോ, നമ്മൾ ചർച്ച ചെയ്യാതെ വളരെ നിശബ്ദമായി ഇവിടെ രക്ഷപ്പെട്ടു പോകുന്ന ഒരാളുണ്ട്. LDF ഗവൺമെന്റ്, ഇവിടുത്തെ സർക്കാർ വിചാരിച്ചത് ഇത് മാറ്റാൻ കഴിയുമെന്നേ. അപ്പൊ ഞങ്ങൾ ആദ്യം ഇവിടെ ആരും അതിനെ അറ്റാക്ക് ചെയ്യുന്നില്ല. ഇവരുടെ പ്രശ്നം മുഴുവൻ കേന്ദ്രത്തിൽ ഭരണത്തിലില്ലാത്ത കോൺഗ്രസ്, കേരളത്തിൽ ഭരണത്തിലില്ലാത്ത കോൺഗ്രസ്, ഈ രണ്ടിടത്തും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി കോൺഗ്രസ്. ഇതിന്റെ മുഴുവൻ പ്രശ്നത്തിന്റെ എല്ലാ ഉത്തരവാദികളും ഇത് മുഴുവൻ ഞങ്ങളാണ്. കാരണം 1995-ലും 2013-ലും നിങ്ങൾ ചെയ്ത കാര്യം കൊണ്ടാണ് ഇത്ര സങ്കീർണമായി മാറിയത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്.